പിന്നെ സജനയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൾ കുറച്ചുകൂടി ഒരു എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഒരു ആളൊരു കുട്ടിത്തുള്ള കുട്ടിയിൽ കുറച്ചൊരു ബട്ടർഫ്ലൈയെ പോലെ അവർക്ക് ഇങ്ങനെ പറന്ന് നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ സ്പേസ് ഒരു പക്ഷേ എൻ്റെ കുറവായിരിക്കും, എനിക്ക് പരിമിതി ഉണ്ടാകും, ആ സ്പേസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും ചീറ്റിങ്ങോ അല്ലെങ്കിൽ ഇതുപോലുള്ള അവിഹിതോ അങ്ങനത്തെ ഒരിക്കലും പിന്നീട് ഈ സ്നേഹത്തോടെ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ വിളിക്കില്ല ഈ പിരിഞ്ഞതിന് ശേഷം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. വരും ദിവസങ്ങളിൽ മറ്റൊരു യൂണിവേഴ്സായിട്ട് ബിൽഡ് ആവാൻ സാധ്യതയുള്ളൊരു വിഷയത്തിലായിട്ടാണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇത് ഓൾറെഡി പബ്ലിക്കിൽ വന്നൊരു വിഷയമാണ്, അത് മാത്രമേ നമ്മളോട് സംസാരിക്കുന്നുള്ളൂ, അതിനപ്പുറത്തുള്ള കാര്യങ്ങളോട്ട് പോകുന്നില്ല. എന്നിട്ടും ചില ആളുകൾ എന്തിനാടാ ആ കാര്യം എടുത്ത് നീ സംസാരിക്കുക എന്നൊക്കെയുള്ള സംഭവം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദ വീഡിയോ ഫ്രം ഹിയർ. ഇതിന് ശേഷം നിങ്ങൾ കണ്ടിട്ട് അതെന്തിനാണ് നീ സംസാരിച്ചതെന്ന് ആരും ചോദിക്കരുത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നേക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു നീലക്കുയിൽ എന്റർടൈൻമെന്റ്സിൽ. റസൂൽ പൂക്കുട്ടിയും സജിനയും 4 വർഷമായി പ്രണയത്തിൽ, വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് സൂചനകൾ. അപ്പം ഈ ഒരു പോസ്റ്റ് കണ്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ ഭയങ്കര ഡൗട്ട്ഫുൾ ആയി. 4 വർഷമായിട്ട് പ്രണയത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കിന് ഞാൻ എന്നിട്ട് ഇവരുടെ പഴയ ആ ഒരു ഡിവോഴ്സ് ആവുന്ന ടൈമിൽ ആ ഒരു ഇന്റർവ്യൂവിൻ്റെ ഇതെടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ 2 വർഷം മുന്നേ ആയിരുന്നു ആ ഒരു ഡിവോഴ്സ് ആകാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം 4 വർഷമായിട്ട് പ്രണയത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കിന് സംതിങ് ഫിഷി. ഓക്കെ, എന്താണെങ്കിലും ഈ ഒരു സംഭവം ഇതിന് ശേഷം പുള്ളിക്കാരിയുടെ സ്റ്റോറി എടുത്ത് നോക്കുമ്പോൾ പുള്ളിക്കാരി റസൂൽ പൂക്കുട്ടിയുമായിട്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓസ്കാർ ജേതാവായിട്ടുള്ള റസൂൽ പൂക്കുട്ടി അങ്ങനെ ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനം ഉണ്ടാക്കി തന്നിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന പല റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിന്റെ പുറകെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് തപ്പി നോക്കുമ്പോഴാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ എപ്സ്റ്റീൻ ഫയൽസ് ഒക്കെ ഇറങ്ങിയ ടൈമിൽ ഫിറോസ് ഖാൻ പുള്ളി ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. നമുക്കിനി അതൊന്ന് കാണാം. എബൌട്ട് ദ റസൂൽ പൂക്കുട്ടിനെ കുറിച്ചാണോ മെൻഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് സംസാരിക്കാം. ആരാധിച്ചിരുന്ന പല ബിംബങ്ങളും ഉടഞ്ഞ തരിപ്പണമായിരിക്കാം. പക്ഷെ എനിക്ക് വലിയ ഞെട്ടലോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇതുപോലൊരു ഫയൽ ഒരിക്കൽ തുറക്കപ്പെടും. നിങ്ങൾ ആരാധിക്കുന്ന പലരും അന്ന് ഉടഞ്ഞ തരിപ്പണമാകും. അതിൽ ചില വലിയ വലിയ അവാർഡുകൾ വാങ്ങിയ, അതായത് വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവാർഡ് വാങ്ങിയ ചില മലയാളി, അവർക്ക് ഇതിലും ഈ ഫയൽ നമ്മൾ കണ്ടതിലും വികൃതമായി പലരെയും യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അത് എന്തായാലും കാലം തെളിയിച്ചിട്ടേ കിട്ടുള്ളൂ. അന്ന് ഈ ഇപ്പം കണ്ട ഈ ഞെട്ടലിനേക്കാളും അതീവ ഞെട്ടലായിരിക്കും നിങ്ങൾക്കുണ്ടാവുന്നത്. നിങ്ങൾ ഇന്ന് ആരാധിക്കുന്ന പല ബിംബങ്ങളും ഡെഫിനറ്റ്ലി തരിപ്പെടും. ഇപ്പോൾ എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ വെറും കളിയായിട്ടായിരിക്കും തോന്നുന്നത്. തീർച്ചയായും, കാരണം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നിങ്ങളിങ്ങനെ ആരാധിച്ച് വലിയ സ്ഥാനത്ത് വെച്ചിരിക്കുന്ന പല ബിംബങ്ങളും ഈ പല ബിംബങ്ങൾ എന്ന് പറയുമ്പോൾ പുള്ളി ഇട്ടേക്കുന്ന ഈ ഒരു വീഡിയോക്കകത്ത് തന്നെ നമ്മുടെ സീക്രട്ട് അതിന്റെ സായിച്ചേട്ടൻ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഐ നെയിം ഇറ്റ് ആസ് കുട്ടി ഫയൽസ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കുട്ടി റസൂൽ പൂക്കുട്ടിയിലെ ആ കുട്ടിയല്ലേ? കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ 4 വർഷമായിട്ട് പ്രണയത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കിന് 2 വർഷമായിട്ടേ ഉള്ളൂ ഇവര് ഡിവോഴ്സ് ആയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവര് വിവാഹ ബന്ധത്തിലിരിക്കുന്ന ഒരു ടൈമിലായിരിക്കാം അങ്ങനെ ഒരു ബന്ധത്തിലോട്ട് പോയി അങ്ങനെ എന്തെങ്കിലും സീന് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പം ഇതിന് ശേഷം കഴിഞ്ഞ ദിവസം പുള്ളി ഒരു സ്റ്റോറി അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ദ ട്രൂത്ത് ഓൾവേസ് കംസ് ഔട്ട് ഇൻ ദ എൻഡ്, നോ മാറ്റർ ഹൗ ഹാർഡ് എനിവൺ ട്രൈസ് ടു ഹൈഡ് ഇറ്റ് ഓർ സ്റ്റോപ്പ് ഇറ്റ്, ലൈസ് ആർ ജസ്റ്റ് എ ടെമ്പററി ഡിലേ ടു ദ ഇനെവിറ്റബിൾ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഈ റസൂൽ പൂക്കുറ്റി പുള്ളിനെ പറ്റിയിട്ട് സായി ചേട്ടൻ വീഡിയോക്കകത്ത് പറയുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ അവിടെ ഉള്ള ഒരു വ്യക്തിനെ ഒരു കാർ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ കുറേ ആപ്ലിക്കേഷനൊക്കെ കാണിച്ച് പുള്ളിയുടെ ജീവിതത്തെ തന്നെ വലിയൊരു മോശമായിട്ട് ബാധിക്കുന്ന തരത്തിലോട്ട് റസൂൽ പൂക്കുറ്റി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സായി ചേട്ടൻ ആ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കുട്ടി ഫയൽസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്കിന് സായി ചേട്ടൻ വീഡിയോക്കകത്ത് കൂടുതലായിട്ടൊന്നും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇത് അറിയുന്ന ഈ ആളുകൾ തന്നെ എന്തെങ്കിലും പുറത്തോട്ട് പറയട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എപ്സ്റ്റീൻ ഫയൽസ് പോലെ ഇനി എന്താണ് റസൂൽ പൂക്കുട്ടിനെ പറ്റി കുട്ടി ഫയൽസ് എന്നും പറഞ്ഞുകൊണ്ട് ഇനി വരാനിരിക്കുന്നത്? നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു അമൃത ഫയൽസ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ അതിനുശേഷം ഇനി നമ്മളിനി അറിയാൻ പോകുന്ന ഈ കുട്ടി ഫയൽസിനെ പറ്റിയിട്ടാണോ? എന്താണെങ്കിലും ഇനി ഇവരുടെ ഈ ഒരു 2 വർഷം മുന്നേ ഉള്ള ഒരു ഡിവോഴ്സ് ആവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ആ ഒരു ഇന്റർവ്യൂലോട്ട് നമുക്ക് പോകാം. എന്താണെങ്കിൽ ഈ 4 വർഷമായിട്ട് ഇവർ പ്രണയത്തിൽ എന്ന് പറഞ്ഞേക്കുന്ന ഒരു സംഭവമല്ലേ, അന്ന് പുള്ളി പറയാതെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കേൾക്കാം. പക്ഷേ ഈ 2 ആളുകളും ആ സമയങ്ങളിലൊക്കെ തന്നെ വളരെ റെസ്പെക്റ്റോടുകൂടി തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്.
അവർക്കൊരു 2 കുഞ്ഞുങ്ങളുള്ളത്. അവരെ ഡിവോഴ്സ് ആയതിനു ശേഷം കൃത്യമായിട്ടുള്ള ആ ഒരു പേരൻറ്റിങ് ആ കുട്ടികൾക്ക് കിട്ടണം, അവരെ ഒരിക്കലും ആ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കരുത് എന്നുള്ള നിലയിലൊക്കെ തന്നെ ആ രീതിയിൽ കെയർ കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ അവർ ബ്യൂട്ടി ആയിട്ട് തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. കാര്യം നമ്മൾ പ്രണയിക്കുന്ന പോലെ തന്നെ നമ്മൾ പ്രണയത്തിൽ നിന്ന് വേർപെടുന്ന ആ ഒരു ടൈമിലും ഈ പരസ്പരം ആ ഒരു റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുക, ഒപ്പമുള്ള ആളെ ചേർത്ത് നിർത്തുക, ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ അടിപൊളിയായിട്ട് തന്നെയായിരുന്നു ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്നത്തെ ഇന്റർവ്യൂവിനകത്ത് പുള്ളി പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, നമുക്കതൊന്ന് കേൾക്കാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും മുന്നോട്ട് പോകാനുള്ള ഒരു നല്ല വേ എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും കരിയറിനെ ഓക്കെ. പിന്നെ സജനയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൾ കുറച്ചുകൂടി ഒരു എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഒരു ആളൊരു കുട്ടിത്തുള്ള കുട്ടിയിൽ കുറച്ചൊരു ബട്ടർഫ്ലൈയെ പോലെ അവർക്ക് ഇങ്ങനെ പറന്ന് നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ സ്പേസ് ഒരു പക്ഷേ എൻ്റെ കുറവായിരിക്കും, എനിക്ക് പരിമിതി ഉണ്ടാകും, ആ സ്പേസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവൾക്ക് പറന്ന് നടക്കാനുള്ള അവർക്ക് ഒരു പക്ഷേ എല്ലാ നല്ല പൂക്കൾ ഈ ലോകം മൊത്തം ഇങ്ങനെ പറക്കണമെന്നുള്ള ആഗ്രഹം. അതൊരു തെറ്റല്ല, ഒരു ബട്ടർഫ്ലൈ പോലെ പറഞ്ഞു നടക്കുന്നത് ഒരു പക്ഷേ തെറ്റല്ല, ഞാനത് തെറ്റായിട്ടല്ല പറയുന്നത്. പക്ഷേ എനിക്ക് ആ സ്പേസ് കൊടുക്കാൻ ഒരു പക്ഷേ എനിക്ക് കഴിയില്ലായിരിക്കും. മനസ്സിലായി? ഞാൻ ഇച്ചിരി വിചാരിക്കണം ഇവിടെ ഈ ബോർഡർ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ കുറേ ഡേഞ്ചറാണ്, അവിടെ പരുന്തൊന്ന് കുത്തിക്കൊണ്ടും അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. അത് ഒരു പക്ഷേ എൻ്റെ കുറവായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ പറത്തി വിടാൻ അങ്ങനെ പറ്റില്ലായിരിക്കും ഒരു പരിധിയിൽ കൂടുതൽ. കാരണം ഒരു പരിധിവരെ ഞാൻ അതിനുള്ള ഫ്രീഡവും കാര്യങ്ങളും ഒക്കെ കൊടുത്തത്. അപ്പോൾ അങ്ങനെ പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാകുമ്പോഴത്തേക്ക് അയാളെ ചിറക് വെട്ടിയിടുന്നത് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആ സ്പേസ് എടുക്കാനുള്ള സ്പേസ് കൊടുക്കേ നമുക്ക് വൃത്തിയുള്ളൂ. മനസ്സിലായി? അപ്പോൾ സ്നേഹത്തോടെ തന്നെ. എന്നാലും നമ്മളാ പറന്നു പോകുമ്പോൾ അവിടെ നമുക്ക് പിന്നെ ആ കൂടെ പറക്കാൻ പറ്റില്ല. ആ കൂടെ പറക്കാൻ പറ്റാതെ നമുക്കത് നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ ചില സാഹചര്യങ്ങളിൽ. സോ അവിടെ നമ്മൾ വളരെ സ്നേഹപൂർവ്വം തന്നെ എന്നാൽ നിനക്ക് നീ ബട്ടർഫ്ലൈ പോലെ പറന്നോളൂ. പുള്ളി പറഞ്ഞൊരു കാര്യം, പുള്ളിക്കാരിക്ക് പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, പുള്ളിക്കാരനെ ഈ ഒരു ഫീൽഡിലോട്ട് കൊണ്ടുവരുന്ന തന്നെ പുള്ളിയാണ്. ഇവിടെ വന്നപ്പോൾ പുള്ളിക്കാരിക്ക് കുറച്ചുകൂടെ പറക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പുള്ളിക്കാരി ആഗ്രഹിച്ച ആ ഒരു ഇതിലോട്ട് വളരാനെ കൊണ്ട് പുള്ളിയെ കൊണ്ട് സാധിക്കാതെ പോയതോ ഒക്കെ ആവും. പിന്നീട് അങ്ങനെ പറക്കാൻ ആഗ്രഹിക്കുന്നവരെ അങ്ങനെ വിടുക. നമ്മുടെ മാധവക്കുട്ടി പറഞ്ഞ പോലെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതിനെ സ്വതന്ത്രമായി വിടുക. അത് നമുക്ക് വിധിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട്ട് തന്നെ എത്തും. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അത് വിവാഹ ശേഷമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് ഈ ഒരു സംഭവം ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പുള്ളി ഇവർക്കിടയിലോട്ട് ഈ പിരിയുക എന്നുള്ള നിലയിലോട്ട് മാറാനുള്ള കാരണമായിട്ടുണ്ടാവുക. എന്നാൽ പുള്ളി പറയുന്ന മറ്റു ചില കാര്യങ്ങളോട് നമുക്ക് കേൾക്കാം. ഒന്നിച്ച് പോകാൻ പറ്റാത്ത എന്തായാലും നമ്മൾ അത്രമേൽ സന്തോഷമാണെങ്കിൽ ഒന്നിച്ച് തന്നെ പോകുമല്ലോ. അപ്പോൾ അത്രമേൽ സന്തോഷക്കുറവുകൾ സംഭവിക്കാം. അപ്പോൾ ഈ സന്തോഷക്കുറവ് ഒരുപക്ഷെ ഇതായിരിക്കാം, ഈ പറക്കാനുള്ള സ്പേസ് കൊടുക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ എൻ്റെ കുറവായിരിക്കാം അത്. സോ അത് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ എല്ലായിടത്തും വിജയിക്കുന്നതിനേക്കാൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എല്ലായിടത്തും നമ്മൾ വിജയിക്കുന്നതിലും നല്ലത് ചിലയിടത്തൊക്കെ നമ്മൾ തോറ്റു കൊടുക്കലാണ്. ആ തോറ്റു കൊടുക്കൽ ഒരു വിജയത്തിൻ്റെ പോലെ തന്നെ ഒരു സുഖമുണ്ട്. മനസ്സിലായി? അപ്പോൾ എന്ന് പറഞ്ഞ് ഞാൻ തോറ്റവൻ എന്നല്ല അർത്ഥം ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് അക്സെപ്റ്റ് ചെയ്ത് അത് ഓക്കെ സമ്മതിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം പറയാം, ഇവിടെ നമ്മൾ ഇന്ന ആളുടെ ഭാഗത്ത് ശരി ഇന്ന ആളുടെ ഭാഗത്ത് തെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ പോകുന്നത്. കാര്യം ഈ 2 പേർക്കും പറയാനെ കൊണ്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാക്കി. കുട്ടി ഫയൽസ് ഇനിയിപ്പം നാളുകളിൽ എല്ലാം പുറത്തോട്ട് അങ്ങനെ ഒരു യൂണിവേഴ്സ് ആയിട്ട് പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ 2 ആളുകളുടെ സജിന പുള്ളിക്കാരിയുടെ ഭാഗത്തു നിന്ന്, ഫിറോസ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന്, അതേപോലെ തന്നെ റസൂൽ പുക്കുട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ അവരുടേതായിട്ടുള്ള ഓരോ സൈഡ് അവരുടേതായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ എന്തായാലും വരുന്നത് തന്നെയായിരിക്കാം. ഇതിനകത്ത് പുള്ളി പറയുന്നത് വെച്ചിട്ട് പുള്ളിയുടെ ഒരു സൈഡ് വെച്ചിട്ട് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അങ്ങനെ ഉയരങ്ങളിൽ പറക്കാൻ ആഗ്രഹിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിങ്ങനെ കുറച്ചുകൂടെ ഈ ഒരു ഓസ്കർ ലെവലിലോട്ട് അങ്ങനെ പോകാൻ ഒരു പക്ഷേ അങ്ങനെ ഒരു താല്പര്യം തോന്നി അങ്ങോട്ട് പോയി അങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെ പറഞ്ഞു വെച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്കിന് പുള്ളി അത് വിട്ടുകൊടുത്തു. കാര്യം അവരുടെ താല്പര്യം എന്താണോ അവരുടെ ഇഷ്ടം എന്താണോ അത് ആ ഒരു റെസ്പെക്റ്റ്. നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോഴത്തേക്കിന് ഇപ്പോൾ നമ്മളുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല, ഒരാൾക്ക് അങ്ങനെ പോകാനാണ് താല്പര്യം, അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ടൊരു ബന്ധത്തിൽ പോകാൻ താല്പര്യം എന്നുള്ളത് അത് റിയലൈസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ സ്വയം വിട്ടുകൊടുക്കാൻ എന്നൊക്കെ തീരുമാനിച്ച് ഈ 2 ആളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തേക്കുന്ന റെസ്പെക്റ്റ് ഉണ്ട്, പരസ്പരം കുറ്റപ്പെടുത്താത്ത ആ ഒരു കാര്യം നൈസാണ്. പക്ഷേ അപ്പോഴും പുള്ളി ഇവിടെ പറയാതെ പറഞ്ഞു വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു ഇത്. ഞാൻ പിന്നെ ഒരു നോക്കി നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥയായിരുന്നു, വിട്ടുകൊടുത്തു എന്നുള്ള രീതിയിലാണ് പുള്ളി ഇവിടെ ഈ ഒരു കാര്യം പറയുന്നത്. പിന്നെ എന്തെങ്കിലും ചീറ്റിങ്ങോ അല്ലെങ്കിൽ ഇതുപോലുള്ള അവിഹിതോ അങ്ങനത്തെ കാര്യങ്ങളോ? ഒരു ചീറ്റിംഗും ഇല്ല. കാരണം അങ്ങനെ ചീറ്റ് ചെയ്യപ്പെടുകയായിരുന്നുവെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ നമ്മൾ പിരിയുന്നത്. ചീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കത്തില്ല. അത് ഒരിക്കലും പിന്നീട് ഈ സ്നേഹത്തോടെ ഇപ്പോഴും ഞങ്ങൾ വിളിക്കില്ല. ഈ പിരിഞ്ഞതിന് ശേഷം ഇപ്പോഴും ഞങ്ങൾ ഒരിക്കലും വിളിക്കില്ല. കാരണം ഈ ലോകത്ത് ഏറ്റവും നമുക്ക് വേദനാജനകം എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ പറ്റിക്കപ്പെടുക എന്ന് പറഞ്ഞൊരു സാധനമാണ്. തീർച്ചയായിട്ടും അത് മനുഷ്യന് മാത്രമേ അങ്ങനെ ഒരു വികാരം ഉള്ളൂ. പറ്റിക്കപ്പെടുക എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും വലിയ വികാരമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ മുഖത്തോട് മുമ്പ് പോലും നോക്കില്ല. പറ്റിക്കപ്പെടുന്ന ഇങ്ങനെ ഇത്ര സന്തോഷത്തോടെ പറയില്ല. മനസ്സിലായി? എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഈ പറ്റിക്കപ്പെടുകയായിരുന്നു ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ചീറ്റിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ചിലപ്പോൾ ഈ എപ്സ്റ്റീൻ ഫയൽസ് ഇറങ്ങിയ ടൈമിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പുള്ളി അറിഞ്ഞിട്ടുണ്ടാവുക. ഇതിനെപ്പറ്റി നമുക്കറിയില്ല. കാരണം ആ ഒരു സമയത്തായിരുന്നു മറ്റേ ആ ഒരു വീഡിയോ ഈ കുട്ടി ഫയൽസായിട്ട് ബന്ധപ്പെട്ട് ഈ വലിയ ബിംബങ്ങൾ തകരുമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുള്ളി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെ എന്തെങ്കിലും അറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ റിയാക്ഷൻ ആ രീതിയിലായിരിക്കില്ല എന്ന് പറയുമ്പോൾ
ഈ കഴിഞ്ഞ IFFKയിൽ റസൂൽ പൂക്കിട്ടിനെ പറ്റിയിട്ട് പുള്ളി വന്ന് ഭയങ്കര പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അന്നത് കണ്ടപ്പോഴത്തേക്കിന് പ്രത്യേകിച്ച് പ്രശ്നമായിട്ട് ഇതിന്റെ പുറകിലോട്ട് ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുന്നുള്ളതൊന്നും ആരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിത് ഇങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിന് സംതിങ് ഫിഷി എന്ന് തോന്നുന്നു. ഞാൻ ആ ഒരു വീഡിയോ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. വളരെ മോശമായിരുന്നു. വളരെ മോശം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ചെയർമാൻ എന്നുള്ള ഒരു പൊട്ടനെ മനസ്സിലായി. അദ്ദേഹം ഇന്ന് വരെ ഇവിടെ വന്നില്ല. അതായത് ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തുടക്കം മുതൽ വലിയ ഞാനങ്ങനെ ഇവിടെ 30ാമത്തെ ആണെങ്കിൽ ഞാൻ 25 വർഷം ഇവിടെ വന്നിട്ടുള്ളതാണ്. നമ്മൾ അത്രയും വലിയ കാര്യമാണ് സംഭവം, റെപ്യൂട്ടഡായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു ചെയർമാൻ എന്നുള്ള ഒരു പൊട്ടന ഏതോ ഒരു ലക്കിനങ്ങാണ്ട് ഒരു ഓസ്കാർ കിട്ടിയെന്നുള്ള പൊട്ടങ്ങനെ ലോട്ടറി അടിക്കുന്നതാണ്. അവരെ പിടിച്ച് ചെയർമാനാക്കി ഇവിടെ എന്നാ വന്നത്? വെറുതെ വേറെ വർക്കുകളുള്ളവർ അതിന് വിടുക. ഒരുപാട് കഴിവുള്ളവർ പിടിക്കുന്നുണ്ട്, അവരെ പിടിച്ച് മേൽ സ്ഥാനങ്ങളിൽ ഇരുത്തുക. ഇത് അവിടെ ഒരു വീഡിയോ കോൾ ചെയ്ത് ഇവിടെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് അയാൾക്ക് വേറെ വർക്കുണ്ടായിരുന്നു. ആ പൊട്ടനെ കാണാനും പറയാൻ വന്നത് കണ്ടായിരുന്നു. ഞാൻ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥ. ഇനി പിക്ചർ ടിവി ബാക്കി ഹെ ബൈ. ഇത് പുള്ളിയെന്നെ ഇട്ടേക്കുന്ന പുള്ളിയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് പൊട്ടാ കുട്ടാന്നൊക്കെ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാറ്റി നിർത്തിക്കൊണ്ട് പോയി സംസാരിക്കുന്ന സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഫിറോസിക്ക നിങ്ങൾ മാറ്റിയിരുന്ന് ഈ കുശലം പറഞ്ഞത്? എന്താണെങ്കിലും ഇതിന് ശേഷം ഇനി ബാക്കി ഉള്ള കാര്യങ്ങളൂടെ കേൾക്കാം. അന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ റിയാക്ഷൻ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല, നമ്മുടെ റിയാക്ഷൻസ് ഇങ്ങനെ പറ്റിക്കപ്പെട്ടു അങ്ങനെയുള്ള സംഭവങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നീട് ഈ ഒരു രീതിയിലുള്ള ഒരു ബിഹേവിയർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുക. അതൊക്കെ അവരുടെയാണ്, വരും ദിവസങ്ങൾ പുറത്ത് പറയില്ല എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ആവുകയാണെന്നെങ്കിൽ മാത്രം നമുക്ക് ആ കാര്യങ്ങളെ പറ്റിയിട്ട് അറിയാൻ സാധിക്കും സുഹൃത്തുക്കളെ. അപ്പം പക്ഷേ ഇതിനകത്ത് ഈ പുള്ളിക്കാരിയുടെ കാര്യത്തിൽ പുള്ളി മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഇപ്പം ഞങ്ങൾ ഡിവോഴ്സ് ആയതിനു ശേഷം ഒരിക്കലും ആ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം അങ്ങനെ ഒരു സംഭവം ഇനി ഒരിക്കലും മൈൻഡ് സെറ്റിൽ അങ്ങനെ ഒരു ഇതില്ലാതെ മൊത്തത്തിൽ വേർപെട്ടു. എന്നാൽ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് എന്ന നിലയിലുള്ള ആ ഒരു റെസ്പെക്ട് എന്ന് ഞാൻ കീപ്പ് ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ആ ഒരു റെസ്പെക്ട് അതിനുശേഷം ഒക്കെ കൊടുക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത്. നമുക്കിനി ബാക്കി കേൾക്കാം. അത് സജന ചേച്ചി പറഞ്ഞിട്ടുണ്ട്, മാരേജിന് ശേഷമാണ് ഞാൻ കുറെ കൂടെ സജീവമായത്. ഇക്കേന്റെ ഫീൽഡിലൂടെ ഞാനും ഇറങ്ങി, ഞാനും അങ്ങനെ തന്നെ വന്നു. ഇറങ്ങിയത് തന്നെ അപ്പോഴാണ്. അപ്പം ഇക്കൊപ്പം തന്നെ വളർന്നു വന്ന ഒരാൾ. അപ്പൊ ഇക്ക അത്രയും സ്പേസ് കൊടുത്തതാണ്. എന്നിട്ട് കൂടി ഇക്ക കുറച്ച് മുമ്പ് പറഞ്ഞു ആളൊരു ബട്ടർഫ്ലൈ ആണ്, പറക്കാൻ നോക്കുന്നത്. അപ്പം എങ്ങനെയാണ് അതിന്റെ ഒരു രീതി, അല്ലെങ്കിൽ എങ്ങോട്ടാണ് പറക്കാൻ നോക്കുന്നത്? ഞാൻ പറയുന്നത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൊടുത്ത സ്പേസില്ലേ, ആ സ്പേസ് ആയിരിക്കില്ലല്ലോ. ഇപ്പം ഓരോരുത്തർക്കും ഓരോ വിഷൻ അല്ലേ. ഇപ്പം സ്നേഹയുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ എന്റെ അതേ കലയിൽ ഇങ്ങനെ ആണോ ആയിരിക്കത്തില്ലല്ലോ, വേറെ എന്തെങ്കിലും ആഗ്രഹമായിരിക്കും. അപ്പൊ നമ്മുടെ സ്പേസിലുപരി ഒരു അതായത് ആഗ്രഹങ്ങൾക്കെന്ന് പറയുന്നത് ഈ കയ്യും കാലും ഇല്ലെന്ന് പറയും, മനസ്സിലായി? അത് വേറെ ഒരു ലോകമാണ്, മനസ്സിലായി? അപ്പോൾ ഇതല്ല ഈ ഒരു ബിഗ് ബോസോ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു പരിപാടികൾ മാത്രമായിരിക്കില്ല. അവരുടെ കളർഫുൾ ലോകം എന്ന് പറയുന്നത് കുറച്ചുകൂടി വിശാലമായി പറക്കുക എന്നുള്ളതായിരിക്കും, മനസ്സിലായി? അപ്പൊ അത് ഇടുക്ക് മേലെയുള്ള തലങ്ങളിലേക്ക് ഉള്ള സംഭവമാണ്. അത് നമുക്ക് ഇപ്പൊ ഞാൻ കൊടുത്തത് പൂർണ്ണമായിട്ടൊന്നും വലിയ സ്പേസ് ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, മനസ്സിലായി? എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ സ്പേസ് ഒന്നാണ്. അദ്ദേഹത്തിന് അങ്ങനെ ആയിരിക്കണമെന്നില്ല. അദ്ദേഹത്തിന് പക്ഷേ അത് ചെറിയ സ്പേസ് ആയിരിക്കും ആ കൊടുത്തതൊക്കെ. എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് പറക്കാൻ ഉദ്ദേശിച്ചത് എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇന്നിപ്പോ ഏകദേശം എല്ലാവർക്കും കിട്ടിക്കാണെന്നുള്ളത് വിചാരിക്കുന്നു. കാര്യം പുള്ളി ഇവിടെ പറയുന്നുണ്ട് എൻ്റെ കുറവുകൾ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുറച്ചുകൂടി ഉയരത്തിൽ പറക്കാൻ ആഗ്രഹിച്ചു, അപ്പം ഞാനതിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പം എങ്ങോട്ടാണ് പറക്കാൻ ആഗ്രഹിച്ചത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഏകദേശം കിട്ടിക്കാണുമല്ലോ. എന്താണെങ്കിലും ഈ കുട്ടികളുടെ കാര്യത്തിലേക്ക് ഇവർ കാണിക്കുന്ന ആ ഒരു സംഭവം എല്ലാവരും ഡിവോഴ്സ് ആയിട്ട് പിരിയുന്ന ആളുകൾ പരസ്പരം ആ ഒരു റെസ്പെക്റ്റോടുകൂടി തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പുള്ളിക്കാരി അന്നത്തെ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇവിടുന്ന് പ്ലേ ചെയ്യാം. ഇക്കാനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇക്ക കാണിക്കുന്നത് നമ്മൾ രണ്ടും കൂടെ എടുത്ത തീരുമാനമാണിത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ ഡൈവോഴ്സിൽ എത്തി നിന്നെങ്കിലും അവർ തമ്മിൽ സംസാരങ്ങളുണ്ട്. തീർച്ചയായിട്ടും രാവിലെ തന്നെ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരം കോൺടാക്ട് ഒക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ നല്ലൊരു ഭാര്യ ഭർത്താവല്ല, നല്ലൊരു ഉമ്മയും പാപ്പായുമാണ് ഞങ്ങൾ. എത്ര മക്കളുണ്ട് സജിന? 2 പേര്. അവരിപ്പോൾ എന്ത് ചെയ്യുന്നു? എൻ്റെ ഉമ്മേൻ്റെ കൂടെയാണ്. ഉമ്മേൻ്റെ കൂടെയാണ്. അവർക്ക് വിഷമമില്ല സജിനെ? അവർക്ക് അറിയത്തില്ലല്ലോ, അവർക്ക് അറിയാത്ത പ്രായമല്ലല്ലോ. അവർക്കുള്ള സ്പേസ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്ത് ചോദിക്കുമ്പോൾ എന്ത് പറയും? ഷൂട്ടിന് പോയെന്ന് അവന് കിട്ടുന്നുണ്ട്, അവന് പപ്പായ കിട്ടുന്നുണ്ട്, പിന്നെ എന്നെ കിട്ടുന്ന സമയത്ത് എന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെയെങ്കിൽ പോലും കുട്ടികളുടെ കാര്യത്തിൽ അവർ ആ ഒരു കെയർ കാണിക്കുന്നുണ്ടല്ലോ. കാര്യം പിരിഞ്ഞതിന് ശേഷവും ആ കുട്ടികൾ നമ്മുടെയാണ്. അവർക്ക് ആ ഒരു അച്ഛൻ അമ്മ വേർപെട്ടു, ആ ഒരു നെഗ് സാധനം അവരുടെ മനസ്സിൽ അവർക്ക് എന്താണെങ്കിലും കുറച്ച് ഈ പറയുന്ന ബോധമാകുമ്പോഴത്തേക്കിനും അവർക്ക് മനസ്സിലെങ്കിലും ആ ഒരു സമയം വരേക്കും അവരെ ഒന്ന് ആ രീതിയിൽ കെയർ ചെയ്യാൻ കാണിച്ചിരിക്കുന്ന മനസ്സ് ഇത്തരത്തിൽ പിരിയുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ പല കുട്ടികൾ ഇതുപോലെ അച്ഛനമ്മമാർ ഇങ്ങനെ പിരിയുന്ന കാരണത്താൽ ഇപ്പം എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും അവരുടെ മനസ്സിൽ ഈ പറയുന്ന നൊമ്പരവും കാര്യങ്ങളൊക്കെ കിടക്കും. അവർ കണ്ടിരിക്കുന്ന അവരുടെ യഥാർത്ഥ അച്ഛനും അമ്മയും
ഒരുമിച്ചുണ്ടാവണം എന്നുള്ള ആഗ്രഹങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോഴും ആ സമയത്ത് ആ കുട്ടികളുടെ ഇതൊന്നും ആലോചിക്കാതെ സ്വന്തം ഈഗോ, ഭാര്യയോടുള്ള കലിപ്പ് വെച്ചിരിക്കുന്ന ഭർത്താവിനോടുള്ള കലിപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോഴത്തേക്കിന് ആ കുട്ടികൾ പലപ്പോഴും അവരുടെ മനസ്സിലുള്ള നൊമ്പരങ്ങൾ ആരും മനസ്സിലാക്കാതെ പോകാറാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇവരൊരു മാതൃകയാണ്. കാര്യം കുട്ടികളുടെ കാര്യത്തിൽ അതിനുശേഷം ഇവർ ആ രീതിയിൽ കാണിക്കുന്നുണ്ടല്ലോ, വളരെ നല്ല കാര്യം തന്നെ. ഇനി നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ കുട്ടി ഫയൽസ് ഓപ്പൺ ആവുമോ എന്നുള്ളത്. എന്താണെങ്കിൽ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.